ഇതോടൊപ്പം തന്നെ രാജ്യത്ത് തൊഴിൽ വേണമല്ലോ. എന്നാൽ തൊഴിൽ നൽകുന്ന നടപടിയാണോ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത്? രാജ്യത്തിൻ്റെ തൊഴിലില്ലായ്മ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ള തൊഴിലും നിഷേധിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകാൻ പറ്റുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ അവിടെ നിയമനം നടക്കാത്ത അവസ്ഥയാണുള്ളത്. അപ്പോൾ സാധാരണഗതിയിൽ തൊഴിൽ നിഷേധിക്കുന്ന നിലയെടുക്കുന്നു. വലിയ തോതിലുള്ള തൊഴിലില്ലായ്മ പെരുപ്പം നടക്കുന്നു. ഈ കാര്യം സ്വാഭാവികമായും കടുത്ത അതൃപ്തിയിലേക്ക്, അസംതൃപ്തിയിലേക്ക് നയിക്കുമല്ലോ. അപ്പോൾ ജനങ്ങളാകെ വലിയ തോതിൽ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന അവസ്ഥ. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്ന നയമില്ല. എല്ലാം സ്വകാര്യവൽക്കരിക്കുന്നതിനാണ് താല്പര്യം. ഇതിൻ്റെയെല്ലാം ഭാഗമായി വരുന്ന അസംതൃപ്തി, ആ അസംതൃപ്തി മറ്റൊരു വഴിക്ക് തിരിച്ചു വിടണം. ആ അസംതൃപ്തിയെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. ദാരിദ്ര്യത്തെക്കുറിച്ച് ചിന്തിക്കരുത്. തൊഴിലില്ലായ്മയെക്കുറിച്ച് ചിന്തിക്കരുത്. താൻ ജോലിയെടുക്കുന്ന സ്ഥാപനത്തിൻ്റെ അപകടാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ ഇടവരരുത്. കാർഷിക രംഗത്ത് കൃഷിക്കാർ അനുഭവിക്കുന്ന വിഷമതയെക്കുറിച്ച് ചിന്തിക്കരുത്. ഈ ജനവിഭാഗങ്ങളുടെ എല്ലാം ചിന്ത വേറൊരു വഴിക്ക് തിരിച്ചുവിടണം. ആ തിരിച്ചുവിടലിന് ഏറ്റവും പറ്റിയ ഒന്നാണ് വർഗീയത. അതാണ് വർഗീയ സംഘർഷം വലിയ തോതിൽ സൃഷ്ടിക്കാൻ ഇവിടെ നോക്കുന്നത്. ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ ഒരു കണക്കനുസരിച്ച് ഈ പശുവിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ചില പ്രവർത്തനങ്ങൾ നടന്നല്ലോ. ആ പശുവിനെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒരു 60-ൽ പരം ആളുകളെ കഴിഞ്ഞൊരു ദശാബ്ദക്കാലത്തിനിടക്ക് കൊലപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അതിലാരൊക്കെ, ഏതെല്ലാം തരത്തിലുള്ളവർ? ഒരു കുറ്റവും ചെയ്യാത്തൊരു കുട്ടിയെ കൊലപ്പെടുത്തിയ വാർത്ത കണ്ടില്ലേ? ഏതെല്ലാം തരത്തിലുള്ള കൊലപാതകങ്ങൾ, എത്ര ഹീനമായ കൊലപാതകങ്ങൾ! ഓരോ പ്രദേശത്തും അഴിച്ചുവിട്ടിട്ടുള്ള വർഗീയത, അതിൻ്റെ ഭാഗമായുള്ള വർഗീയ സംഘർഷം, ഒരു വിഭാഗത്തെ ശത്രുവായി കണ്ടുകൊണ്ടുള്ള നീക്കം, ഇതെല്ലാം ബോധപൂർവം ഉയർത്തിക്കൊണ്ടുവരുന്നതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ജീവസായ പ്രശ്നങ്ങൾ, ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, അത് ആളുകളുടെ ശ്രദ്ധയിൽ തിരിച്ചുവിടുക, ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നത്.